ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ്. എന്താ സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് എന്നറിയോ? വീട്ടിൽ തന്നെ ഇപ്പോൾ പല സിറ്റുവേഷൻസില്ലേ, അടുക്കളയിൽ, ഹാളിലിരുന്നിട്ട്, കുഞ്ഞുങ്ങളുടെ അടുത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇങ്ങനത്തെ പല സിറ്റുവേഷനിലും നമ്മൾ കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഇംഗ്ലീഷ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും, പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, അയ്യോ എനിക്കോ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. ഈ ഒരു കുറവ് നമുക്ക് തന്നെ നികത്താൻ പറ്റും ത്രൂ സിമ്പിൾ സെൻറ്റൻസസ്, കൊച്ചു സെൻറ്റൻസസ്. ഓക്കെ, ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോണത് രാവിലെ, ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് നമ്മുടെ രാവിലത്തെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോർണിംഗ് ടൈം ഒരു 3-4 സെൻറ്റൻസസ്, വലിയ കട്ടി സെൻറ്റൻസസ് ഒന്നുമല്ല കേട്ടോ, കൊച്ചു സെൻറ്റൻസസ് ആണ്. ഇത് നമുക്കൊന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കിയാലോ? ആദ്യത്തെ ദിവസം കുഞ്ഞിത് കേൾക്കുമ്പോൾ കുഞ്ഞ് ഞെട്ടും, ഇതെൻ്റെ അമ്മനാണോ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും ആ ചിരിയിലൂടെ നമ്മൾ ഈ പറയുന്ന കൊച്ചു സെൻറ്റൻസസ് അവന് അല്ലെങ്കിൽ മോള് തിരിച്ചിത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ. കുറച്ച് സെൻറ്റൻസസ് ഞാനിപ്പോൾ പറയാൻ പോവാണ്. അതിൻ്റെ മലയാളം പറയും, പിന്നെ ഇംഗ്ലീഷ് പറയും. നിങ്ങളിത് വെറുതെ കേട്ടങ്ങനെ പോവല്ല, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കുക. തുടങ്ങാം. ശരി, അപ്പം മോർണിംഗ് ക്രിങ് അലാം അടിച്ചു, നമ്മൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോണു. ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. കം ഓൺ വേക്ക് അപ്പ്, ഇറ്റ്സ് ടു ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേക്ക് മോളെ, ഒത്തിരി വൈകിയില്ലേ, പെട്ടെന്ന് എണ്ണീറ്റു. വേക്ക് അപ്പ്, എഴുന്നേൽക്കൂ. ഇറ്റ്സ് ടു ലേറ്റ്, താമസിച്ചു, പെട്ടെന്ന് എഴുന്നേക്കൂ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പം എങ്ങനെ പറയാ? കം ഓൺ വേക്ക് അപ്പ്, ഇറ്റ്സ് ടു ലേറ്റ്. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് പഠിച്ചല്ലോ. ഇനിയും സെക്കൻഡ് വൺ. അപ്പോൾ കുഞ്ഞെന്താ ചെയ്യുക? ഇത് കേട്ടിട്ട് നല്ല സുഖമായിട്ട് പൊതച്ചു മൂടി കിടക്കുമ്പോൾ നമ്മൾ പറയും, കം ഓൺ സിയ, ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ബെഡ്. അതായത് പെട്ടെന്ന് എഴുന്നേക്കുക, നിന്റെ കട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേഗം എഴുന്നേക്കൂ. ഈ ഒരു സെന്റൻസിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കം ഓൺ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ബെഡ്. അപ്പോൾ 2 സെന്റൻസ് പഠിച്ചു. എന്തൊക്കെയാണ്? കം ഓൺ വേക്ക് അപ്പ്, ഇറ്റ്സ് ടു ലേറ്റ്, താമസിച്ചു, പെട്ടെന്ന് എഴുന്നേൽക്കൂ. നെക്സ്റ്റ്, ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ബെഡ്, വേഗം ബെഡിൽ നിന്ന് എഴുന്നേൽക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇംഗ്ലീഷൊക്കെ കേട്ടിട്ട് കുഞ്ഞാകെ അന്താളിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് ഈ പറയണേ? അപ്പോൾ നമുക്ക് നമ്മുടെ 3rd സെന്റൻസ് പറയാം. എന്താണ്? wear your slippers and walk to the washroom. എന്താണ്? പെട്ടെന്ന് നിന്റെ സ്ലിപ്പേഴ്സ് ഇട്ടിട്ട് ഓടിക്കോളൂ നിന്റെ ടോയ്ലറ്റിലേക്ക് വേഗം. മനസ്സിലായോ? wear your slippers ഇടൂ and walk to the washroom or walk to the bathroom or walk to the toilet. 3ഉം കറക്റ്റ് ആണ്. ഓക്കെ, ശരി. അങ്ങനെ 3ാമത്തെ സെൻറ്റൻസ് പറയുമ്പോഴത്തേക്ക് കുട്ടി ഒരു വഴിയാവും, എന്തായാലും കുഞ്ഞ് എഴുന്നേക്കും, വാഷ്റൂമിലേക്ക് പോകും. ഓൺ എ സീരിയസ് നോട്ട്, നമ്മളിതിപ്പോൾ ആദ്യത്തെ ദിവസം പറയുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുമായിരിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ, ട്രസ്റ്റ് മീ, കുഞ്ഞ് ഇത്രയും സെൻറ്റൻസസ് നന്നായിട്ട് ആ ഒരു ബേസിക് ഫോമിൽ പഠിക്കും. പതുക്കെ കുഞ്ഞും നമ്മളുടെ ഒപ്പം ഇത് പറഞ്ഞു തുടങ്ങും. ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. അപ്പം 3ാമത്തെ സെൻറ്റൻസ് എന്താണ്? wear your slippers and walk to the washroom. ഇനിയിപ്പോൾ 4ാമത്തെ സെൻറ്റൻസ് പഠിക്കാം. ഒത്തിരി സെൻറ്റൻസ് നമുക്ക് പഠിക്കണ്ട, ഒരു 4 സെൻറ്റൻസ് വെച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാം. ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു റിൻസ് യുവർ മൗത്ത് പ്രോപ്പർലി. എന്താ അതിൻ്റെ അർത്ഥം? പെട്ടെന്ന് ബ്രഷ് ചെയ്തിട്ട് നിന്റെ വായ നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ നീ പുറത്തേക്ക് വരാവൂ. ഓക്കെ, ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു റിൻസ് യുവർ മൗത്ത് പ്രോപ്പർലി. അത് മറക്കരുതേ, നന്നായിട്ട് വായ കഴുകാൻ മറക്കരുതേ എന്ന് നമ്മൾ കുഞ്ഞിനോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ 4 ബേസിക് സെൻറ്റൻസസ് ആണിത്. ഇതേപോലെ ഇനിയും വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇതേപോലെ ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് പറയും. പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കരുത്. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും നിങ്ങളുടെ ജോലിയിലേക്ക് പോയാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ബി പെർഫെക്റ്റ്. ഓക്കെ, സോ ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്. English House. English at your fingertips.